എന്ത് ചെയ്തു അദ്ദേഹം ക്ഷീണിച്ചപ്പോൾ? സമേ ദേശേ ശുഭേ സ്ഥാനേ കൃത്വാ പത്മാസനം വിഭു അവലംബ്യ ധനുസ്സജ്യം കണ്ഠദേശേ ധരാസ്ഥിതം. സമതല പ്രദേശത്ത് ഒരു നല്ല സ്ഥാനം നോക്കി അദ്ദേഹം ഞാൺ മുറുക്കി കെട്ടി താഴെ കുത്തി നിർത്തിയ വില്ലിൽ കഴുത്തു ചായിച്ച് പത്മാസനം പൂണ്ട് ഇരിപ്പായി. അദ്ദേഹം പത്മാസനത്തിലാണ് ക്ഷീണം തീർക്കാനിരുന്നത്. മഹാവിഷ്ണുവിൻ്റെ ക്ഷീണം തീർക്കലു പോലും ഒരു ധ്യാനം ആണ്. ഭഗവത്ഗീത 6-ാം അധ്യായത്തിൽ അർജുനന് കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്ന ധ്യാനം അത് ഏകദേശം ഇതേപോലെയാണ്. സമം ആയിട്ടുള്ള സ്ഥലത്ത്, ശുചിയായിട്ടുള്ള സ്ഥലത്ത്, വൃത്തിയുള്ള സ്ഥലത്ത്, സമേ ദേശേ ശുഭേ സ്ഥാനേ, നല്ല സ്ഥലത്ത്, വൃത്തിയുള്ള സ്ഥലത്ത്, സമദേശത്തിൽ, അധികം പൊക്കവും നിമ്നോന്നതമല്ലാത്ത പ്രദേശത്ത്, സമതലത്തിൽ ഇരുന്നിട്ട് പത്മാസനത്തിലിരിക്കണം എന്നൊക്കെ ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായത്തിൽ കുശപ്പുല്ല് കൊണ്ടൊരു തടുക്കിട്ട് സമതല പ്രദേശത്തിൽ, വളരെ ഉയർന്ന സ്ഥലത്തും ഇരിക്കാൻ പാടില്ല, വളരെ താഴ്ന്ന സ്ഥലത്തും ഇരിക്കാൻ പാടില്ല, ഉയർച്ച താഴ്ചകളുള്ള സ്ഥലത്തും ഇരിക്കാൻ പാടില്ല. ഇരിക്കുന്ന സ്ഥലം മനസ്സിനെ സ്വാധീനിക്കും. എവിടെയാണോ നാം നിൽക്കുന്നത് ആ സ്ഥലം നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കും. മാർക്കറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മാർക്കറ്റ് നമ്മളെ സ്വാധീനിക്കും. ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ക്ഷേത്രം നമ്മളെ സ്വാധീനിക്കും. സിനിമാ തിയേറ്ററിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സിനിമാ തിയേറ്ററിലെ ആൾക്കാരുടെ സ്വഭാവങ്ങൾ നമ്മെ സ്വാധീനിക്കും. അതുകൊണ്ട് ശുഭമായ സ്ഥലത്ത് നിൽക്കണം. അധികം പൊക്കമുള്ള സ്ഥലത്ത് നിന്നാൽ വരുന്നവരെല്ലാം ചെറുതാണ് എന്ന് തോന്നും. വളരെ കുഴിഞ്ഞ സ്ഥലത്തിരുന്നാൽ വരുന്നവരെല്ലാം തന്നേക്കാൾ പൊക്കമുണ്ട് എന്ന് തോന്നും. അതുകൊണ്ട് സമതല പ്രദേശത്തു വേണം നിൽക്കാൻ. വരുന്നവരെല്ലാം തനിക്കൊപ്പം തന്നെയാണ് എന്ന ചിന്തയുണർത്തുന്ന സ്ഥലത്ത് വേണം ഇരിക്കാൻ. അധികം ഉയർന്നാലും അധികം താഴ്ന്നാലും അത് സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾക്ക് കാരണമാകും. ഈ കോംപ്ലക്സുകൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് സമതലത്തിൽ ശുഭസ്ഥാനത്ത് പത്മാസനത്തിലിരിക്കണം. താടി വില്ലിൽ കൊടുത്താണ്, വില്ലിൽ ഊന്നി, ഞാണു കെട്ടിയ വില്ലിൽ ഊന്നി താടി ഏകദേശം യോഗദണ്ഡ് ഉപയോഗിക്കുന്നത് പോലെ. യോഗദണ്ഡിൻ്റെ ഒരു പ്രയോഗം ഈ താടി വല്ലാതെ താഴ്ന്നു പോകാതെ ഇരിക്കാനാണ്. അപ്പോൾ അത് വെച്ച് താടിയെ താങ്ങും. ദീർഘനേരം തപസ്സിലിരിക്കാനാണ്, ആസനസ്ഥനാകാനാണ് പോകുന്നതെങ്കിൽ താടിക്ക് ഒരു താങ്ങായിട്ട് ഈ യോഗദണ്ഡ് പ്രയോജനം ചെയ്യും. യോഗദണ്ഡ് കൊണ്ട് മറ്റു പ്രയോജനങ്ങളുമുണ്ട്. അതിലൊരു പ്രയോഗം ഇതാണ്. അപ്പോൾ ഇവിടെ യോഗദണ്ഡിൻ്റെ സ്ഥാനം വില്ലാണ്. ശാർങ്കം എന്നാണ് മഹാവിഷ്ണുവിൻ്റെ വില്ലിൻ്റെ പേര്. മഹാവിഷ്ണുവിന് 8 ആയുധങ്ങളാണുള്ളത്. ശംഖ്, ചക്രം, ഗദ, പത്മം, ശാർങ്കം എന്ന വില്ല്, അമ്പ്, നാന്തകം എന്ന വാള്, പരിച. അങ്ങനെ 8 ആയുധങ്ങളാണ് മഹാവിഷ്ണുവിനുള്ളത്. അതിൽ ശാർങ്കം എന്ന വില്ലാണ് ഇവിടെ പരാമർശിക്കുന്നത്. ദധീച മഹർഷിയുടെ എല്ലിൽ നിന്ന് ഉണ്ടാക്കിയ പല ആയുധങ്ങളിൽ ഒന്നാണ് ഈ വില്ല്. ആ വില്ല് ഞാണ് കെട്ടി മുറുക്കി കെട്ടി അതിൽ താടിയൂന്നി സമതല പ്രദേശത്ത് ഒരു നല്ല സ്ഥാനം നോക്കി അദ്ദേഹം ഞാൻ മുറുക്കി കെട്ടി താഴെ കുത്തി നിർത്തിയ വില്ലിൽ കഴുത്തു ചായിച്ച് പത്മാസനം പൂണ്ട് ഇരിപ്പായി. ദത്വാ ഭാരം ധനുഷ്കോട്ട്യാ നിദ്രാമാപരമാപതി ശ്രാന്തത്വാ ദൈവയോഗാച്ച ജാതസ്തത്രാതിനിദ്രിത. വില്ലിൻ്റെ തുമ്പിൽ ഭാരം കൊടുത്ത് രമാപതിയായ അദ്ദേഹം ഉറക്കമായി. ക്ഷീണിച്ചു പോയതുകൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങാനായിട്ടിരുന്നതല്ല, ക്ഷീണം തീർക്കാനായിട്ടിരുന്നതാണ്. പക്ഷേ അദ്ദേഹം ഉറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഉറക്കം യോഗനിദ്ര പോലെ തന്നെയാണ്. അദ്ദേഹം ഉറങ്ങിപ്പോയി. ക്ഷീണം കൊണ്ടും ദൈവനിയോഗം കൊണ്ടും ഒന്നുമറിയാത്ത ഉറക്കത്തിലാണ് അദ്ദേഹം വീണ് പോയത്. ക്ഷീണം കൊണ്ടും ദൈവനിയോഗം കൊണ്ടും, രണ്ടും. ക്ഷീണം ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഉറങ്ങാൻ പറ്റിക്കൊള്ളണം എന്നില്ല. നമുക്കൊക്കെ പലപ്പോഴും അനുഭവമുള്ളതാണ്. നല്ല ക്ഷീണം കാണും ശരീരത്തിന്, പക്ഷെ ഉറക്കം വരില്ല.
അപ്പോൾ ഉറക്കം വരണമെന്നുണ്ടെങ്കിൽ ക്ഷീണമുണ്ടായാൽ മാത്രം പോരാ, ദൈവനിയോഗവും ഉണ്ടാകണം. അപ്പോൾ ക്ഷീണം കൊണ്ടും ദൈവനിയോഗം കൊണ്ടും ഒന്നുമറിയാത്ത ഉറക്കത്തിലാണ് അദ്ദേഹം വീണുപോയത്. തഥാ കാലേന കിയതാ ദേവാ സർവേ സവാസവാ ബ്രഹ്മേശസഹിത സർവേ യജ്ഞം കർത്തും സമുദ്യതാ. അപ്പോഴാണ്, ആ സമയത്താണ് ഇദ്ദേഹം പത്മാസനത്തിൽ വില്ലിൽ ഞാണുകെട്ടിയ വില്ലിൽ താടിയൂന്നി ഉറക്കമായി. ആ സമയത്ത് ഏതാനും കാലം കഴിഞ്ഞു. ഇദ്ദേഹം ഇങ്ങനെ ഉറങ്ങി കുറച്ച് കാലമായി. ഏതാനും കാലം കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാരും ബ്രഹ്മാവും ശിവനും എല്ലാം ചേർന്ന് ഒരു യജ്ഞം നടത്താൻ ഒരുക്കം കൂട്ടി. അദ്ദേഹം ഉറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, ആരും ഉറങ്ങില്ല. ആ സമയത്ത് ദേവന്മാരെല്ലാവരും ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും നേതൃത്വത്തിൽ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ഗതാ സർവേധ വൈകുണ്ഠം ദ്രഷ്ടും ദേവം ജനാർദ്ദനം ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം മഖാനാമധിപം പ്രഭും. ദേവകാര്യം സാധിക്കുന്നതിന് വേണ്ടി യജ്ഞത്തിൻ്റെ അധിപനും, എല്ലാ യജ്ഞങ്ങളും ദേവകാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദേവകാര്യാർത്ഥ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കംപ്ലീറ്റ് യാഗങ്ങൾ നടത്തുന്നത്. ദേവന്മാരെന്ന് പറയണത് ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ സുഗമമാകാനാണ് യാഗം ചെയ്യുന്നത്. യാഗം എന്ന് പറയുന്നത് യജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് യാഗം, യജ്ഞം, യജ്ഞ തുടങ്ങിയ വാക്കുകളൊക്കെ ഉണ്ടാവുന്നത്. യാഗം, യജ്ഞം, യജ്ഞ എന്നുള്ള വാക്കുകളെല്ലാം യജ് എന്നുള്ള ധാതുവിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ത്യജിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റേത്, എനിക്കുള്ളത് എന്ന ഭാവം ത്യജിച്ചുകൊണ്ട്, മമത വെടിഞ്ഞുകൊണ്ട് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ആനന്ദമുണ്ടാവുക. നമുക്ക് ആനന്ദമുണ്ടാകാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ മമതയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ദേവകാര്യം സാധിക്കുന്നതിന് വേണ്ടി യജ്ഞത്തിൻ്റെ അധിപനും പ്രഭുവുമായ ജനാർദ്ദനനെ ദർശിക്കുന്നതിനായി എല്ലാവരും കൂടി വൈകുണ്ഠത്തിലേക്ക് പോയി. വൈകുണ്ഠമാണ് വിഷ്ണുവിൻ്റെ വാസസ്ഥാനം. അവിടേക്ക് പോയി. എന്തിനാത്? യജ്ഞത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിനെ കൂടാതെ ഒരു യജ്ഞമില്ല. യജ്ഞം എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവാണ് യജ്ഞം. വരാഹമൂർത്തി യജ്ഞസ്വരൂപനാണ്. വരാഹമൂർത്തിയുടെ വ്യത്യസ്ത ശരീരഭാഗങ്ങൾ യാഗത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. ഈ വരാഹമൂർത്തിയാണ് വെള്ളത്തിൽ ആണ്ടുകിടന്നിരുന്ന ഭൂമിയെ തൻ്റെ തേറ്റയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഭൂമിയെ സുരക്ഷിതവും സംരക്ഷിതവും ആയി നിർത്തുന്നത് വരാഹമാണ്. വരാഹം യജ്ഞസ്വരൂപനാണ്. യജ്ഞമാണ് പ്രകൃതിയെ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിർത്തുന്നത്. അപ്പോൾ ഈ യജ്ഞത്തിൻ്റെ അധിപനായ വൈകുണ്ഠവാസിയായ മഹാവിഷ്ണുവിനെ കൂടാതെ യാഗങ്ങളൊന്നും പൂർണ്ണമാവില്ല. വൈകുണ്ഠം ആലസ്യമില്ലാത്ത സ്ഥലം, വിഗതമായ കുണ്ഠത്തോടു കൂടിയത് എന്നാണ് വൈകുണ്ഠം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ക്ലേശമില്ലാത്തത്, മടിയില്ലാത്തത്, ദുഃഖമില്ലാത്തത്, ആലസ്യമില്ലാത്തത്, മൂഢതയില്ലാത്തത് എന്നൊക്കെ ആ വാക്കിനർത്ഥം. അവിടെയാണ് ഭഗവാൻ വസിക്കുന്നത്. എല്ലാവരും കൂടി വൈകുണ്ഠത്തിലേക്ക് പോയി. ഭഗവാന്റെ മറ്റൊരു പേരും കൂടിയാണ് വൈകുണ്ഠൻ എന്ന് പറഞ്ഞാൽ. വൈകുണ്ഠം മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരും കൂടിയാണ്. കാശ്മീര ഭാഗങ്ങളിൽ ആരാധിക്കപ്പെട്ടിരുന്ന മഹാവിഷ്ണുവിൻ്റെ പേര് വൈകുണ്ഠമൂർത്തി എന്നാണ്. 4 മുഖങ്ങളോടു കൂടിയ മൂർത്തി സ്വരൂപമാണ് അത്. മുമ്പിലത്തെ മുഖം സൗമ്യമായ ഒരു മുഖം, വലതുഭാഗത്തെ മുഖം നരസിംഹത്തിൻ്റെ മുഖം, പുറകുവശത്തെ മുഖം രൗദ്രഭാവത്തോടു കൂടിയത്, ഇടതുവശത്തെ മുഖം വരാഹത്തിൻ്റേത്. അങ്ങനെ 4 മുഖങ്ങളോടു കൂടിയതാണ് വൈകുണ്ഠമൂർത്തി. ആ ഭഗവാന്റെ പേരും വൈകുണ്ഠൻ എന്നാണ്. അദ്ദേഹം വസിക്കുന്ന സ്ഥലത്തിൻ്റെയും പേര്
വൈകുണ്ഠം എന്നാണ്. ആ വൈകുണ്ഠ എന്ന വാസസ്ഥലത്തേക്ക് ജനാർദ്ദനനെ കാണാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും നേതൃത്വത്തിൽ ദേവന്മാർ ചെന്നു. യാഗം നടത്തുന്ന കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അദൃഷ്ട്വാതു തഥാ തത്ര ജ്ഞാനദൃഷ്ട്യാ വിലോക്യത്തെ യത്രാസ്തേ ഭഗവാൻ വിഷ്ണു ജഗ്മുസ്തത്ര തഥാസുരാ. വൈകുണ്ഠത്തിൽ ചെന്നപ്പം അവിടെ മഹാവിഷ്ണുവിനെ കാണാനില്ല. മഹാവിഷ്ണു ഡ്യൂട്ടിക്ക് പോയതാണ്. അപ്പോൾ എവിടെയാണ് പോയത് ഭഗവാൻ മഹാവിഷ്ണു എന്ന് അവർ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞു. വൈകുണ്ഠത്തിൽ കാണാത്തത് കൊണ്ട് ഭഗവാൻ വിഷ്ണു എവിടെയാണെന്ന് ജ്ഞാനദൃഷ്ടിയാ അറിഞ്ഞിട്ട് ദേവന്മാരെല്ലാം അവിടേക്ക് പോയി. അവരെല്ലാം അവിടെ ചെന്നപ്പോൾ എന്താ കണ്ടത്? ദദൃശുസ്തേ തദേശാനം യോഗനിദ്രാവശം ഗതം വിചേതനം വിഭും വിഷ്ണും തത്രാസാം ചക്രിരേ സുരാ. വിഭുവായ വിഷ്ണുവിൻ്റെ യോഗനിദ്രയ്ക്ക് അധീനനായി ചലനമറ്റിരിക്കുന്നത് കണ്ടിട്ട് വിഭുവായ വിഷ്ണുവിനെ യോഗനിദ്രയ്ക്ക് അധീനനായി ചലനമറ്റിരിക്കുന്നത് കണ്ടിട്ട് ദേവന്മാരെല്ലാം അവിടെ തന്നെ അങ്ങനെ നിന്നുപോയി, സ്തംഭിച്ച് നിന്നുപോയി. അവർ മഹാവിഷ്ണു എവിടെയാണ് എന്ന് ജ്ഞാനദൃഷ്ടിയാ കണ്ടറിഞ്ഞ് അങ്ങോട്ട് പോയി. പണ്ട് ഈ ക്യാമറകളൊന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ജ്ഞാനദൃഷ്ടിയുള്ളവരായിരുന്നു. അപ്പോൾ അവർക്ക് ഉൾക്കണ്ണിൽ കാണാൻ സാധിക്കുമായിരുന്നു കഴിഞ്ഞു പോയ കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും. അപ്പം ജ്ഞാനദൃഷ്ടിയാ അവർ കണ്ടറിഞ്ഞു മഹാവിഷ്ണു എവിടെയാണെന്ന്, അങ്ങോട്ടേക്ക് പോയി. ഇന്നാണെങ്കിൽ CCTVയുടെ റെക്കോർഡിങ്സ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്തിട്ടാണ് അത് മനസ്സിലാക്കുക. പക്ഷെ അന്ന് അതല്ല, അന്ന് കണ്ണടച്ചിരുന്ന് അത് കണ്ടു. അവിടെ ചെന്നപ്പോൾ എന്താ കണ്ടത്? അവിടെ കണ്ട കാഴ്ച അവരെ സ്തബ്ധരാക്കി. ദേവദേവനായ ജഗന്നാഥനായ ജഗന്നിവാസനായ യജ്ഞസ്വരൂപനായ ഭഗവാൻ യോഗനിദ്രയിലാണ്ട് ചലനമറ്റിരിക്കുകയാണ്. ഇവർ വന്നതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം യോഗനിദ്രയിലാണ്ട് പോയി. സ്ഥിതേഷു സർവദേവേഷു നിദ്രാസുപ്തേ ജഗത്പതൗ ചിന്താമാപുസുരാ സർവേ ബ്രഹ്മരുദ്ര പുരോഗമാ. ദേവന്മാരെല്ലാം അങ്ങനെ നിൽക്കുകയാണ്, സ്തംഭിച്ച് നിൽക്കുകയാണ്. ജഗത്പതിയായ വിഷ്ണു നല്ല നിദ്രയിലും. അപ്പോൾ ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാർ ചിന്താധീനരായി. ദേവന്മാരെല്ലാം സ്തംഭിച്ചു. മഹാവിഷ്ണു ഉറങ്ങി ഇരിക്കുന്നതു കണ്ട് ദേവന്മാർ സ്തംഭിച്ചു. അപ്പോൾ ബ്രഹ്മാവും ശിവനും ചിന്താമഗ്നരായി. ബ്രഹ്മാവും ശിവനും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രതീകങ്ങളും കൂടിയാണ്. ഇന്ദ്രിയങ്ങളാണ് ദേവന്മാർ, മനോബുദ്ധികളാണ് ഈ ബ്രഹ്മാവും ശിവനും. അപ്പോൾ അവർ ഇന്ദ്രിയങ്ങളൊക്കെ സ്തംഭിച്ചപ്പോഴും മനസ്സും ബുദ്ധിയും പ്രവർത്തനക്ഷമമായിരിക്കും. അപ്പോൾ അത് ചിന്താധീനം ആയി. താനുവാച തതശക്ര കിം കർത്തവ്യം സുരോത്തമാ നിദ്രാഭംഗ കഥം കാര്യ ചിന്തയന്തു സുരോത്തമാ. അപ്പോൾ ദേവേന്ദ്രൻ അവരോട് പറഞ്ഞു, ദേവമുഖ്യന്മാരെ, എന്താണിപ്പോൾ നാം ചെയ്യേണ്ടത്? ഇന്ദ്രിയങ്ങൾ സ്തംഭിച്ചിരിക്കുന്ന സമയത്ത് മനസ്സും ബുദ്ധിയുമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്ന്. വിഷ്ണുവിൻ്റെ നിദ്രയ്ക്ക് എങ്ങനെയാണ് ഭംഗം വരുത്തേണ്ടത് എന്ന് ആലോചിച്ചാലും നമ്മളൊക്കെയാണ് ഉറങ്ങിക്കിടക്കുന്നത് എങ്കിൽ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും പറയും, ഉണർത്തണ്ട, ഉറങ്ങിക്കോട്ടേ എന്ന്. ക്ഷീണിച്ച് കിടക്കുകയാണ്, ഉണർത്തണ്ട, ഉറങ്ങിക്കോട്ടേ എന്ന്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ചുറ്റുപാടുമുള്ളവർക്ക് സമാധാനവും ശാന്തിയും. നമ്മൾ ഉണർന്നാൽ പ്രശ്നങ്ങളാണ്. കുട്ടികളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പം നമ്മൾ മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഉപാംശുമായിട്ടാണ്, വിസ്പറിങ് ആയിട്ടാണ് പറയുക, ഉറങ്ങുകയാണ്, ഉറക്കണ്ട, ഉണർത്തണ്ട. എന്താ കാര്യം? ഉണർന്നാൽ ബുദ്ധിമുട്ടാണേ. മഹാവിഷ്ണു ഉറങ്ങിയാലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ മഹാവിഷ്ണുവിനെ എങ്ങനെയാണ് ഉണർത്തേണ്ടത് എന്നാണ് ഇവർ ആലോചിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്നവർ ഉണർത്താതെ ഉണരുകയില്ല. നമ്മളൊക്കെ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് വരുന്നത് ഈശ്വരേച്ഛയുള്ളതുകൊണ്ടാണ്. ഈശ്വരൻ ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ ഉണർത്തണ്ട എന്ന് തീരുമാനിച്ചാൽ ആ ഉറക്കത്തെ നാം മരണം എന്ന് വിളിക്കും. ഈശ്വരേച്ഛ കൊണ്ടാണ്
ഓരോ ദിവസവും ഉറക്കത്തിൽ നിന്ന് നാം ഉണരുന്നത്. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരണമെന്നുണ്ടെങ്കിൽ ഉണർത്താതെ അത് സാധിക്കില്ല. അപ്പോൾ ഈ ദേവേന്ദ്രൻ ബ്രഹ്മാവിനോടും ശിവനോടും പറഞ്ഞു, നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് വിഷ്ണുവിനെ എങ്ങനെയാണ് നിദ്രയിൽ നിന്നുണർത്തുക എന്നുള്ളതാണ്.